മുഹമ്മദ് അലി കിനാലൂർ തത്സമയം ചേരുന്നുണ്ട്. അദ്ദേഹം AP സമസ്തയുടെ പ്രതിനിധി കൂടിയാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയൊരു ചർച്ച നടക്കുന്നത്. ശ്രീ മുഹമ്മദ് അലി കിനാലൂർ, ഇന്നത്തെ വിവരങ്ങൾ എന്താണ്? ചർച്ച തുടങ്ങിയിട്ടുണ്ടോ ഇന്നത്തെ? അവിടെ യമൻ സമയം രാവിലെ 10 മണിക്ക് ചർച്ച പുനരാരംഭിക്കുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഏകദേശം നമ്മുടെ രാജ്യവുമായിട്ട് 3 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. നമ്മുടെ രാജ്യത്ത് 1 മണിയാകുന്ന സമയത്ത് അവിടെ ചർച്ചകൾ പുനരാരംഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 തലത്തിലുള്ള ചർച്ചകൾ ഇന്ന് അവിടെ നടക്കുന്നുണ്ട്. ഒന്ന്, അറ്റോർണി ജനറലുമായി കോടതി ജഡ്ജി ഉൾപ്പെടെയുള്ള ആളുകൾ ഒത്തിരിക്കുന്ന ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് വധശിക്ഷ നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് നാളെയാണ് തീയതി നിശ്ചയിച്ചിട്ടുള്ളത്. അത് നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഒന്നാമത്തെ ചർച്ച നടക്കുന്നത്. രണ്ടാമത്തേത്, ഇന്നലെ തന്നെ നടന്നതിന്റെ തുടർച്ചയായ നിലയ്ക്ക് തലാലിന്റെ ഉറ്റവരുമായി, കുടുംബക്കാരുമായി ചേർന്നിരുന്നുള്ള ചർച്ചയും ഇന്ന് അതേ സമയത്ത് തന്നെ പുനരാരംഭിക്കുന്നുണ്ട്. ഈ 2 തലങ്ങളിലും ഇന്ന് ചർച്ച നടക്കുന്നു. എങ്കിലും ചർച്ചയിലെ ഇന്നത്തെ ഏറ്റവും പ്രാമുഖ്യം നൽകുന്ന കാര്യം ഈ വധശിക്ഷയുടെ നിശ്ചയിച്ച തീയതി മാറ്റുക എന്നുള്ളതാണ്. അതിന് അനുസൃതമായ നീക്കങ്ങളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. അതേ സമയത്ത് തന്നെ പ്രായശ്ചിത്ത ദിനം, ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയെ ഒഴിവാക്കാൻ വേണ്ടി ആ കുടുംബത്തെ പ്രേരിപ്പിക്കുന്നതിനുള്ള കേരളവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ, അദ്ദേഹം നിശ്ചയിച്ച സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ഇന്നത്തെ ദിവസം വളരെ ഏറ്റവും അടുത്ത മണിക്കൂറുകളിലാണ് നമ്മൾ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് അവിടെ വധശിക്ഷ നീട്ടിവെക്കുക എന്നുള്ളത് തന്നെയാണ്. അതേസമയത്ത് ഈ കുടുംബത്തിലെ ആളുകളുമായി ഇരിക്കുകയും അവരെ ഈ ബ്ലഡ് മണി സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നുണ്ട്. അതിൽ പ്രത്യാശാഭരിതമായ ഒരു പ്രതികരണം തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ലഭ്യമാകും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചർച്ചകൾ എന്താണ് ഇപ്പോൾ തടസ്സമായിട്ടുള്ളത്? എന്ത് കാര്യമാണ് തടസ്സം എന്ന് പറയാൻ? എന്തെങ്കിലും കാര്യമുണ്ടോ? അത് ഒന്ന്, അവിടുത്തെ ഒരു സാമൂഹിക സാഹചര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ ഗോത്രങ്ങൾക്ക് പ്രാമുഖ്യമുള്ള ഒരു പ്രദേശമാണ്. അവിടെ രാഷ്ട്രീയമായ സ്ഥിരതയുള്ള ഒരു സ്ഥലവുമല്ല. അതുകൊണ്ട് അവിടെ പിന്നെ ഗോത്രത്തിനകത്തിന് ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് മാത്രമേ ആ കുടുംബത്തിന് ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. ഇന്നലെ നടന്ന ചർച്ചയിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്നലെ നടന്ന ചർച്ചയിൽ സ്വാഭാവികമായി കുടുംബത്തിലെ ചില ആളുകൾ പിന്നെ പ്രായശ്ചിത്ത ദിനം സ്വീകരിക്കാം എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയത്ത് കുടുംബത്തിനകത്ത് നീണ്ട കാലത്തെ ഒരു നിയമ പോരാട്ടമൊക്കെ നടന്നതാണ്. അവരുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കിയ സംഭവമാണ്. ഒരു ക്രൈം നടന്നു എന്നത് വ്യക്തമാണ്. ആ നിലയ്ക്ക് കുടുംബത്തിലെ ചില ആളുകൾക്ക് അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളെ ഏകോപിപ്പിച്ച് നിമിഷപ്രിയക്ക് അനുകൂലമാകുന്ന വിധത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെ ഒരുമിപ്പിച്ച് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ അകത്തെ പ്രശ്നം കുടുംബം തീരുമാനിച്ചാൽ മതി എങ്കിൽ പോലും അവിടെയുള്ള ഗോത്ര സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് മാത്രമേ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അത് കുറച്ച് സമയമെടുത്തേക്കും. അതുകൊണ്ട് നാളത്തേക്ക് നിശ്ചയിച്ച വധശിക്ഷ നീട്ടിവെക്കുക എന്നതിനെ ആ തീരുമാനത്തിൽ ആ മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ചർച്ചകൾ ഇന്ന് പുനരാരംഭിക്കുന്നത്. അതിനൊരു തടസ്സമില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു തടസ്സമില്ലല്ലോ അല്ലേ? അതിന് ബന്ധുക്കളുടെ എന്തെങ്കിലും സമ്മതം അങ്ങനെയുള്ള ആവശ്യം അതിൽ വരുന്നില്ലല്ലോ അല്ലെ? വധശിക്ഷ നീട്ടിവെപ്പിക്കുന്നത് ഇല്ല, അത് കോടതി മുഖേന തന്നെ ചെയ്യാവുന്നതാണ്. അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട ഇന്ന് ചർച്ചയോടുകൂടി അതിലൊരു തീരുമാനമുണ്ടാകും. അതിന് ഏതെങ്കിലും വിധത്തിൽ ഈ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ എതിർ പറയുകയും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഓരോ സമയത്തും ഈ ചർച്ചയുടെ വിവരങ്ങൾ കാന്തപുരം AP അബൂബക്കർ മുസലിയാരുമായിട്ട് പങ്കുവെക്കുന്നുണ്ടല്ലോ അല്ലെ? യമനിൽ നിന്ന് അങ്ങനെ വിവരങ്ങൾ അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലെ? തീർച്ചയായും ഉസ്താദ് തന്നെ ഇവിടെ നിന്ന് അവിടെയുള്ള തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിത സൗഹൃദങ്ങളിലൊന്നായ ഷെയ്ഖ് ഹബീബ് ഉമറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിശ്ചയിച്ച പ്രതിനിധികൾ മുഖേനയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്നുള്ള എല്ലാ വിവരങ്ങളും തത്സമയം തന്നെ ഉസ്താദിനെയും ഉസ്താദിന്റെ ഓഫീസിനെയും അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് അവിടുത്തെ 10 മണിക്ക് തന്നെ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് നമുക്ക് വിവരം കിട്ടിയതും അതിന്റെ അടിസ്ഥാനത്തിലാണ്. മുഹമ്മദ് അലി, ഒരു കാര്യം കൂടി, ഇതിപ്പോൾ ഈ ചർച്ച നടത്തുന്നവർ എന്ന് പറയുമ്പോൾ ഉസ്താദ് നിയോഗിച്ചിരിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസലിയാർ നിയോഗിച്ചിരിക്കുന്ന മതപണ്ഡിതൻ നേരിട്ടാണോ അതോ ഇവരുടെ ആരെങ്കിലും ബന്ധു വഴിയാണോ? എങ്ങനെയാണ് ഈ ചർച്ച ക്രമീകരിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ തന്നെ ഞാൻ പറഞ്ഞ വ്യക്തി ബഹുമാന്യരായ കാന്തപുരം ഉസ്താദിനെ ഗുരുസ്ഥാനീയരായി കാണുന്ന ഷെയ്ഖ് ഹബീബ് ഉമർ എന്ന് പറയുന്ന യമനിലെ പണ്ഡിതനാണ്. അദ്ദേഹം ലോകാടിസ്ഥാനത്തിൽ തന്നെ സഞ്ചരിക്കുകയും നിരവധി ശിഷ്യന്മാരൊക്കെയുള്ള വളരെ പ്രഗത്ഭനായ ലോകത്തറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം നിശ്ചയിച്ച അദ്ദേഹത്തിന്റെ ബന്ധു
തന്നെ അഹമ്മദ് അൽ മഷൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് ഞാൻ ഓർക്കുന്നത്. ആ വ്യക്തി മുഖേനയാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തലാലിന്റെ കുടുംബവുമായും അവിടെയുള്ള ഗോത്ര തലവന്മാരും ഒക്കെ ആയിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് യമനിൽ വലിയ സ്വാധീനമുണ്ട്. ലോകാടിസ്ഥാനത്തിൽ തന്നെ വലിയ സ്വാധീനമുള്ള ആളാണ്. യമനിൽ രാഷ്ട്രീയ തലത്തിലും ഭരണതലത്തിലും ഗോത്രങ്ങൾക്കിടയിലും ഒക്കെ വലിയ സ്വാധീനമുള്ള ആളാണ്. അങ്ങനെ സ്വാധീനമുണ്ട് എന്നതുകൊണ്ട് അതിന്റെ തന്നെ തെളിവാണ് തലാലിന്റെ ബന്ധുക്കൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കാൻ തയ്യാറായി എന്നത്. ആ ചർച്ചയ്ക്കിരിക്കാൻ തലാലിന്റെ ബന്ധുക്കൾ ഇക്കാലം അത്രയും അതിന് തയ്യാറാകാതിരുന്ന ആളുകൾ ഇപ്പോൾ ചർച്ചയ്ക്കിരിക്കാൻ തയ്യാറായി എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രതീക്ഷാപരമായ ഒരു കാര്യം. ഇന്ന് വൈകുന്നേരത്തോടെ, രാത്രിയോടുകൂടി നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അല്ല, ഇപ്പോൾ ഈ കുറച്ച് ഭിന്നതയുണ്ടല്ലോ ഈ കുടുംബത്തിൽ. ചിലർ പറയുന്നു ഈ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകാമെന്ന്. പക്ഷെ ഒരു കൂട്ടർ അങ്ങനെ അല്ല. അവരെന്താണ് പറയുന്നത്? ഇത് ഈ കൊലപാതകം നിശ്ചയിച്ചുറപ്പിച്ചതായിരുന്നു, അത് ഞങ്ങളുടെ കുടുംബത്തിന് ഒരു വലിയ നഷ്ടമാണ്. ഈ രീതിയിലുള്ള ഒരു എതിർപ്പാണോ അവർ ഉന്നയിക്കുന്നത്? നമ്മൾ നിർണായകമായ ഒരു ചർച്ചയുടെ ഘട്ടത്തിലാണല്ലോ. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളെയും നമ്മൾ ഇങ്ങനെ പരസ്യമായി പറയുന്നത് പോലും ഒരുപക്ഷെ ഇതിന്റെ ഒരു പോസിറ്റീവായ റിസൾട്ട് കിട്ടുന്നതിന് തടസ്സമാകുമോ എന്ന് ഭയപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഉസ്താദിന്റെ ഓഫീസ് പോലും എന്തെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായ പ്രതികരണങ്ങൾക്ക് തയ്യാറാകാത്തത്. ഈ സമയത്ത് സ്വാഭാവികമായ ഒരു കുടുംബത്തിനകത്ത് ഉണ്ടാവുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് ആ ഭാഗം വിടുകയാണ് നല്ലത് എന്ന് ഞാൻ എന്തായാലും ഇന്നത്തോടെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അല്ലേ? അതുകൊണ്ടാണല്ലോ താങ്കൾ ആവർത്തിച്ച് അക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വധശിക്ഷ നീട്ടിവെക്കുകയും ചെയ്യും അല്ലേ? വധശിക്ഷ നീട്ടിവെക്കാനുള്ള തീരുമാനം ഇന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയത്ത് കുടുംബത്തിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ആളുകളെ മുഴുവൻ ഇന്ന് ഏകോപിപ്പിക്കാൻ കഴിയുമോ, അതിനുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിലേക്ക് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകുമെന്ന ഒരു അമിത പ്രതീക്ഷയിലേക്ക് നമ്മൾ നീങ്ങേണ്ടതില്ല. എങ്കിൽ പോലും വധശിക്ഷ നീട്ടിവെക്കാൻ കഴിഞ്ഞാൽ തന്നെയും ഏറ്റവും പ്രധാനമായ ചുവടുവെപ്പാണ്. മറ്റു കാര്യങ്ങൾ അതിന്റെ തുടർച്ചയിൽ നടക്കുകയും ചെയ്യും. ഓക്കെ, ഈ മറ്റ് ഇപ്പോൾ സർക്കാർ തലത്തിലുള്ള ഒരു ഇടപെടൽ സാധ്യമേ ആകാത്ത ഒരു സാഹചര്യമാണല്ലോ അല്ലേ? അതിൽ സംശയമില്ലല്ലോ. ഇപ്പോൾ ഇന്നലെ കേന്ദ്ര സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണല്ലോ. മറ്റൊരു ചർച്ചയ്ക്കും സാധ്യതയില്ല അല്ലേ? നമ്മുടെ നിലവിലുള്ള സാഹചര്യം അനുസരിച്ചിട്ട് യമനിൽ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ സംഘർഷങ്ങൾ, സിവിൽ വാറുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ സ്വാഭാവികമായും നമുക്ക് ഇടപെടുന്നതിന് ചില പരിമിതികളുണ്ട്. കേന്ദ്ര സർക്കാർ അവർക്ക് സാധ്യമാവുന്ന വിധത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ആളുകൾ ഉണ്ടാവാം. എങ്കിലും പലതരത്തിലുള്ള അസ്ഥിരതകൾ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിനകത്ത് ഇടപെടുക എന്നത് സ്വാഭാവികമായും ഇടപെടുന്നതിന് ചില പരിധികൾ എന്തായാലും കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനൊക്കെയുണ്ട്. എങ്കിൽ പോലും അവർ സാധ്യമായ കാര്യങ്ങൾ ഈ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന വിധത്തിലും അപ്പുറത്തുള്ള രാജ്യത്തിന്റെ നിയമത്തെ മാനിച്ചുകൊണ്ടുമുള്ള ഒരു ഇടപെടൽ, സ്വകാര്യ വ്യക്തികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ നടക്കുന്നുണ്ട് എന്ന് കോടതിയെ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ ശ്രമങ്ങൾ തന്നെയാണ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മുൻപ് ഈ ഗോത്ര തലവന്മാരെയൊക്കെ വെച്ചുകൊണ്ടൊരു ചർച്ച നടന്നിരുന്നുവല്ലോ. ഇതിലും ഇങ്ങനെയുള്ള ഗോത്ര തലവന്മാർ പങ്കെടുക്കുന്നുണ്ടല്ലോ അല്ലേ? പക്ഷേ അന്നത്തെ ചർച്ചയും ഇപ്പോഴത്തെ ഈ ചർച്ചയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ പോസിറ്റീവായി കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നാണല്ലോ. അപ്പോൾ എന്താണ് ഗോത്ര തലവന്മാരെക്കാൾ ഈ മതപണ്ഡിതനുള്ള സ്വാധീനം, അതാണോ ഇപ്പോൾ അവിടെ ഈ ഇത്തരത്തിലുള്ള ഒരു ഫലം വരാനുള്ള കാരണം? അല്ല, മുൻ ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴുണ്ടായ ഒരു പ്രതീക്ഷാപരമായ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, മുൻ ചർച്ചകളിലൊന്നും തലാലിന്റെ ഈ ഉറ്റവർ അഥവാ പ്രായശ്ചിത്ത ദിനം ബ്ലഡ് മണി സ്വീകരിക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ ആരും ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല മുൻകാലങ്ങളിൽ എന്നതാണ്. ഇപ്പോൾ ആ ചർച്ചയിൽ ഈ നിമിഷപ്രിയക്ക് മാപ്പ് നൽകാൻ ബാധ്യതപ്പെട്ട, അല്ലെങ്കിൽ അതിന് മാപ്പ് നൽകേണ്ട കുടുംബങ്ങൾ, കൊല്ലപ്പെട്ട തലാലിന്റെ യമൻ യുവാവിന്റെ കുടുംബം ഒരുമിച്ചിരിക്കുന്നു എന്നതാണ് ഈ ചർച്ചയുടെ സവിശേഷത. മുൻകാലങ്ങളിൽ നടന്ന ചർച്ചയുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഈ കുടുംബത്തെ, ഈ തലാലിന്റെ ഉറ്റവരെ ഈ ചർച്ചയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ബഹുമാന്യരെ കാന്തപുര ഉസ്താദിന്റെ ഇടപെടലോടുകൂടി അത് സാധ്യമായിരിക്കുന്നു. അത് വളരെ പ്രധാനമാണ്. കാരണം അവരോട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും നേരിൽ സംസാരിക്കാനും എന്താണ് ഇതിന്റെ ഒരു പ്രാധാന്യം, ഇങ്ങനെ മാപ്പ് കൊടുക്കുന്നതിന് മതപരമായി തന്നെ ഒരു പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ അവരെ ബോധ്യപ്പെടുത്താനൊക്കെ ഉള്ള ഒരു അവസരം കിട്ടി എന്നത്, ആ അവസരം ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും ശുഭകരമായി പങ്കുവെക്കാവുന്ന കാര്യം. ശരി, മുഹമ്മദ് അലി കിനാലൂർ, നമുക്ക് എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇന്ന് വൈകിട്ടോടെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന്. നന്ദി ശ്രീ മുഹമ്മദ് അലി കിനാലൂർ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. കാന്തപുരം